ഹലോ ഫ്രണ്ട്സ്, എന്നത്തെയും പോലെ ഇന്ന് നമുക്ക് പച്ചക്കറികൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്ന് കരുതി ഫ്രിഡ്ജിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന പച്ചക്കറികളെ മുഴുവൻ ഞാൻ പുറത്തെടുത്തു. ഇവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം വെജിറ്റബിൾസും കിട്ടും. പലതിൻ്റെയും പേരൊന്നും അറിയില്ലെങ്കിലും മനുഷ്യർ കഴിക്കുന്നത് തന്നെയല്ലേ എന്ന് കരുതി വയ്ക്കുന്ന കറികളിലൊക്കെ ഞാൻ വെട്ടിക്കൂട്ടി ഇടാറാണ് പതിവ്. ഇന്ന് സാമ്പാർ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാമ്പാർ ആകുമ്പോൾ ഇഡലിക്കും ദോശയ്ക്കും ഉപയോഗിക്കാം, പിന്നെ ചോറിൻ്റെ കൂടെയും പോകും. നാട്ടിലാണെങ്കിൽ ഇങ്ങനെ തല പുകയ്ക്കേണ്ട ഒരാവശ്യവുമില്ല. ഒരു മീൻ കറിയും മീൻ വറുത്തതും ഉണ്ടെങ്കിൽ സൂപ്പർ. പിന്നെ ഒരു അകമ്പടിക്ക് മോരോ രസമോ ഒക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. ഇവിടെയും ധാരാളം പുഴമീൻ കിട്ടും. മയൂസിന് ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വക ഓരോരോ ചെറിയ സ്റ്റെപ്പുകളാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പുഴമീനെ പറ്റിയാണ്. നല്ല ഫ്രഷ് വാങ്ങിക്കുന്ന സമയത്ത് അവർ തന്നെ നമ്മൾ പറയുന്നത് പോലെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി തരും. 1-2 തവണ വാങ്ങി കറി വെക്കുകയും പൊരിക്കുകയും ചെയ്തു നോക്കി. പക്ഷേ പുഴമീനായതുകൊണ്ട് വറുത്താലും കറി വെച്ചാലും ഒരു ചേറിൻ്റെ സ്മെല്ലാണ്, കഴിക്കാൻ തോന്നില്ല. അത് കാരണം പിന്നെ വാങ്ങിയിട്ടില്ല. എനിക്കാണെങ്കിൽ പച്ചക്കറികൾ ഉപയോഗിച്ച് അധികം കറികളൊന്നും വയ്ക്കാനും അറിയില്ല. എന്നും ഒരേ കറികൾ തന്നെ തിരിച്ചും മറിച്ചും വയ്ക്കുന്നത് കാരണം കഴിക്കുന്നവരും ഞാനും ഒരേപോലെ മടുത്ത അവസ്ഥയാണ്. സാമ്പാറിൻ്റെ കൂടെ കുറച്ച് തോരനും കൂടി ആക്കാമെന്ന് കരുതി ബീട്രൂട്ടിൻ്റെ ഇലയാണ് തോരന് വേണ്ടി ഞാൻ എടുത്തത്. സത്യത്തിൽ നാട്ടിൽ ബീട്രൂട്ട് തോരനും പച്ചടിയും മെഴുക്കുവരട്ടിയും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിതിൻ്റെ ഇല വെച്ചിട്ടുള്ള തോരൻ അത് സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ ബീട്രൂട്ട് ഇലയോട് കൂടിയാണ് വാങ്ങാൻ കിട്ടുന്നതും നല്ല ഫ്രഷുമാണ്. ആദ്യമൊക്കെ ഞാൻ കരുതിയത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇല കട്ട് ചെയ്യാതെ തരുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബീട്രൂട്ട് മാത്രം എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കും. ഒരു ദിവസം എന്ത് കറി വെക്കും എന്ന് തല പുകച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിന്റെ ഇല ചീരത്തോരൻ വെക്കുന്നത് പോലെ വെച്ചാലോ എന്ന് ഒരു ചിന്ത വന്നത്. എന്തായാലും ബീട്രൂട്ടിന്റെ ഇല തന്നെയല്ലേ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഒരു രക്ഷയുമില്ല. ചീരത്തോരൻ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റിയാണ്. ഇത് സിമ്പിളായിട്ട് തന്നെ വെക്കാം. കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളകും ഇട്ടതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഊറി വരും. ആ വെള്ളത്തിൽ തന്നെ ഇല നന്നായി വാടിക്കിട്ടും. ഞാനിത് അടച്ചു വെക്കാറില്ല. തുറന്നു വെച്ച് തന്നെ വെള്ളം വറ്റുന്നത് വരെ വാട്ടിയെടുക്കും. കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഒരു ഇത്തിരി മുളക് പൊടിയും കൂടി ചേർക്കും. ഒരു ചെറിയ എരിവ് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. ചെറുതായി ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കിയെടുത്ത് നമുക്ക് ഇതിൽ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ തോരനും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ച് പപ്പടം ഇരിപ്പുണ്ടെന്ന് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു കുറവ് വേണ്ടെന്ന് കരുതി അതും കൂടി പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി ഇന്നത്തെ ഉച്ചയൂണ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പം ഓക്കെ ഗൈസ്, ബൈ.